അപ്പൊ എന്റെ കല്യാണം വന്ന അടുത്തെന്നും ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നിടത്തൊന്നും നാട്ടിലോട്ട് പോവാ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഞാൻ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നാട്ടിൽ പോയിട്ട് ആദ്യം തൊട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അതിൽ മെയിനായിട്ട് പ്രീ വെഡിങ് ഷൂട്ട് നടന്നു, പിന്നെ കുറെ ഡ്രസ്സ് വാങ്ങിച്ചു. ഇപ്പൊ കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഇടാൻ കുറെ ഡ്രസ്സ് വേണം, കുറെ സംഭവങ്ങൾ വേണം, അത് കാണിച്ചു. പിന്നെ മധുരം വെപ്പുണ്ട്, മധുരം വെപ്പിനുള്ള ഡ്രസ്സ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. പിന്നെ കല്യാണം കഴിക്കാനായിട്ടൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അന്തം കൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഞാനും ഉള്ളത്. ഏറെക്കുറെ ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ കല്യാണം ഓഗസ്റ്റ് 6-നാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആകെ മനുഷ്യന് എങ്ങോട്ടാ പോകണ്ടേ, എന്താ ചെയ്യണ്ടെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം കപ്പ വേവിച്ചതും മത്തിക്കറിയും കൂട്ടി നല്ലൊരു പിടി പിടിച്ചെന്നുള്ളതാ. അമ്മയുടെ കപ്പയും മത്തിക്കറിയും തിന്നാൻ കൊതിയാണ് എനിക്ക് എപ്പോഴും, അതെപ്പോഴും അതെ. അപ്പോൾ ചെന്നൈ കിടന്നിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ്. അപ്പൊ ആ കപ്പ വേവിച്ചതും മത്തിക്കറിയും കൂട്ടി നല്ലൊരു പിടി പിടിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. അത് കഴിഞ്ഞ് ആ ദിവസം റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, നമുക്ക് മധുരം വെപ്പുണ്ട്. മധുരം വെപ്പ് ചെറുക്കൻ്റെ വീട്ടിലാണ്. അതായത് എൻ്റെ സൈഡിൽ നിന്ന് ഒരു പരിപാടികളും ഇല്ല കേട്ടോ, അവിടുത്തെ ഒരു പരിപാടികളും ഇല്ല. അപ്പം ഞങ്ങളുടെ ലവ് മാരേജ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അവിടുത്തെ പരിപാടിക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടുപേർക്കും ഒരുമിച്ച് മധുരം വെക്കാനൊന്നും പറ്റത്തില്ല, സെപ്പറേറ്റ് മധുരം വെക്കും. ഇച്ചാനും ഒരിടത്ത് വെച്ച് മധുരം വെക്കും, എനിക്ക് വേറൊരിടത്ത് വെച്ച് മധുരം വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ പരിപാടി ഒരുമിച്ച് ഞങ്ങൾ പങ്കുചേരും. അതായത് രണ്ടുപേരും ആ പരിപാടിയിൽ ഉണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ആ മധുരം വെപ്പ് കല്യാണം നടക്കുന്ന അവിടെ തന്നെയാണ് കേട്ടോ. കല്യാണത്തിന്റെ റിസപ്ഷനുള്ള അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ മധുരം വെപ്പ്. അപ്പോൾ ആ മധുരം വെപ്പിന് ഇടാൻ വേണ്ടിയുള്ള ഡ്രസ്സാണ് ഞാൻ വാങ്ങിക്കുന്നത്. വലിയ വിലയുടെ ഒന്നും ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അത്യാവശ്യം നമ്മുടെ ബജറ്റിൽ വളരെയധികമായിട്ട് ഒതുങ്ങുന്ന ഒരു ഡ്രസ്സാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ വാങ്ങിച്ച ഡ്രസ്സ്. അപ്പം ഇതിന് എത്ര വില വരും എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാം, കമന്റ് സെക്ഷനിൽ പറയണേ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു ചുരിദാർ സെറ്റ് എടുത്തു, കോട്ട് സെറ്റ് എടുത്തു. കാരണം കല്യാണം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ടാവും. അപ്പം നമുക്ക് കുറേ ഡ്രസ്സ് വേണം. അതിലെല്ലാം ഒന്നും എടുത്തിട്ടില്ല, ഇനിയും വാങ്ങിക്കണം കേട്ടോ. ഈ മാസം അവസാനം നമ്മൾ പോകുമ്പോൾ വേണം ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പം ഇത്ര ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്യാൻ പോലും കൊടുത്തിട്ടില്ല കേട്ടോ. വാങ്ങിച്ച ചുരിദാർ സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോലും കൊടുക്കാൻ സമയം കിട്ടിയില്ല. അത് എന്നാന്ന് നിങ്ങൾക്ക് വഴിയാ മനസ്സിലാവേ. അത് ഈ തുണിക്കട കയറിയിട്ട് തന്നെ ഇറങ്ങിയപ്പോൾ ഏറെക്കുറെ വൈകുന്നേരമായി. അത് കഴിഞ്ഞ് പിന്നെ കുറെ ജ്വല്ലറി തപ്പാനായിട്ട് പോയി കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഓർണമെന്റ്സ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ 2-3 കോട്ട് സെറ്റ്, ഒരു തയ്ക്കാനുള്ള ഒരു സെറ്റ് ഡ്രസ്സ്, പിന്നെന്താ മന്ത്രകോടിലൂടെ ഇടാനും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഉടുക്കുന്ന സാരിയുടെ അടിയിൽ ഇടാനുമുള്ള അണ്ടർസ്കേർട്ട് വാങ്ങിച്ചു, ഫിഷ് കട്ട് കോട്ടൻ്റെ. പിന്നെ ഈ സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഇതൊക്കെ വാങ്ങിച്ച് എങ്ങനെയാണെങ്കിലും സമയം ഒരുപാടായി കേട്ടോ. ഇങ്ങനെ ഒരു ഉച്ചര കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇറങ്ങി ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിലൊന്നും കുറച്ചില്ല, മന്തിയാണ് കഴിച്ചത്. കാരണം എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അവനും കൂടെ ഉള്ളപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും നോക്കിയില്ല. ഭക്ഷണത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാറില്ല എന്താണെങ്കിലും. അപ്പം നമ്മൾ മന്തി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനാണ്. ഡ്രസ്സെന്നല്ല, ബ്ലൗസ്. വെഡ്ഡിങ്ങിന്റെ 2 മെയിൻ ബ്ലൗസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം എടുക്കുന്ന സാരിയുടെ ബ്ലൗസും ഞാൻ ആദ്യം എടുക്കുന്ന സാരിയുടെ ബ്ലൗസും മന്ത്രകോടിയുടെ ബ്ലൗസും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോയത്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് ഹൗസ് ഓഫ് അമൃത എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ട് അവരുടെ വർക്കൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പേര്, അങ്ങനെ തന്നെയാണ്. അപ്പൊ അവരുടെ വീട് കണ്ടുപിടിച്ച് അവിടെയാണ് പോയത്. അത് എറണാകുളത്താണുള്ളത്. അപ്പം നമ്മൾ തലയോലപ്പറമ്പിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ തലയോലപ്പറമ്പിൽ നിന്ന് എറണാകുളം വരെ പോയി അവിടെ കൊടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സംഭവം നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്, നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അവിടെ പോയി സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു കേട്ടോ. അതിന് ഈ ജൂലൈ എൻഡിലേ കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ജൂലൈ 26-നാണ് നാട്ടിൽ പോകുന്നത്. 27-ന് അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് വേണം അത് പോയി വാങ്ങിക്കാനായിട്ട്. എല്ലാം ഒരു മുഹൂർത്തത്തിലെ കളിയായിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നേരം വൈകി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജ്വല്ലറി കടയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് കുറേ എണ്ണം വാരിയെടുത്ത് തപ്പി കേട്ടോ. പക്ഷെ എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ജ്വല്ലറി കടയെ നോക്കി അതൊരു വൻ പരാജയമായി മാറി. അവിടെ നമ്മളത് ആ പരിപാടി ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി, ഇതുവരെ ഞാൻ കല്യാണ പെണ്ണായിട്ട് ഒരു ഫേഷ്യൽ പോലും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് ആ തലയോലപ്പറമ്പിലോട്ട് തിരിച്ച് രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ആ സമയത്ത് കയറി ടോണി ആൻഡ്
നൈറ്റിംഗേൽ വരെ നോക്കി. അവിടെ വന്ന് ഫേഷ്യൽ ചെയ്യാൻ പോലും ആൾക്കാരില്ല, കാരണം 8:30 കഴിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു ഫേഷ്യൽ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആട്ടെ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് വെരി നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത്, അതായത് നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട്. അപ്പോൾ പ്രീ വെഡിങ് ഷൂട്ടിന് വേണ്ട ഒരു ഡ്രസ്സ് ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് സാവനയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിനേറെക്കുറെ ഒരു 1600 1700 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. പക്ഷെ അത് വാങ്ങിക്കാൻ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്തില്ല, കാരണം ഞാൻ തന്നെ ഓൾറെഡി ഒരു 2-3 റീലിൽ കണ്ടു സെയിം ഉടുപ്പിട്ട് ഡ്രസ്സ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തേക്കുന്നവരെ. അപ്പം എന്തായാലും ഞാൻ ഇനി എടുത്ത് പോയി വീഡിയോ എടുത്തു, അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെങ്കിലും വേറെ നോക്കുക, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സാവന എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് കേട്ടോ. അവർക്ക് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, വെറുതെ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സാവനയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്നായെന്ന് വെച്ചാൽ തൃശ്ശൂർ വെച്ചാണ്, തൃശ്ശൂർ ചാവക്കാട് മിനി വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് ഞങ്ങൾ പ്രീ വെഡിങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തലയോലപ്പറമ്പാണ് ഉള്ളത്. അവിടെ ഇച്ചാൻ്റെ സ്ഥലം പാലക്കാടാണല്ലോ, അപ്പോൾ അവിടുന്ന് അടുത്താണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയത്. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ തലേദിവസം തന്നെ പാലക്കാടിന് പോയിട്ട് പാലക്കാട് വടക്കഞ്ചേരിയിലുള്ള ഡയാന എന്ന് പറയുന്ന ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു ഷൂട്ടിൻ്റെ തലേദിവസം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് കാറിനാണ് പോയത്. ആ കാറുമായിട്ട് പിക്ക് ചെയ്ത് ഇച്ചാനെയൊക്കെ വീട്ടിൽ പോയി വിളിച്ചു. ഇച്ചാനെ വീട്ടിൽ പോയി വിളിച്ച് ഏറെക്കുറെ ഒരു 5-5:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് ഇച്ചാനെ വിളിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും, കല്യാണത്തിന് മുന്നേ വീട്ടിലൊക്കെ പോയോന്ന്. യെസ്, വീട്ടിനകത്ത് പോകുന്നതിലോ വീട്ടിൽ കയറുന്നതിലോ ഇച്ചാനോ ഇച്ചാൻ്റെ വീട്ടുകാർക്കോ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അതുപോലെ തന്നെ വീട് കാണലിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വീട് കാണാൻ പോയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ, വഴിയെ കാണിക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്ന് ഇച്ചാനെയൊക്കെ വിളിച്ചുകൊണ്ട്, ഇച്ചാനും ഇച്ചാൻ്റെ പെങ്ങളുടെ മോനും ഉണ്ടായിരുന്നേ, അപ്പോൾ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പേരുമഴ ദിവസമായിരുന്നു നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട് നടന്നത്. അപ്പം ഞങ്ങൾ ചാവക്കാട് മിനി വാഗമണിൽ ചെന്നപ്പോൾ വണ്ടി പോലും ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, നടന്നു പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. പിന്നെ ഫോട്ടോഗ്രാഫറുടെ വണ്ടി ഞങ്ങളും ഒക്കെ കൂടെ കുറേ നേരം ഈ കാണുന്ന പോലെ വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിനകത്തൂടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പ്രീ വെഡിങ് ഷൂട്ടിനാണെങ്കിൽ പ്രത്യേകിച്ച് മഴയുടെ ഒരു വൈബൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇതൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല. ഇതിപ്പം ഞാൻ എൻ്റെ ഫോണിൽ എടുത്തേക്കുന്ന കുറച്ച് ക്ലിപ്സാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 11 മണിയോടെ, ഞങ്ങൾ ഏറെക്കുറെ ഒരു 8 മണി അവിടെ എത്തി. ഇപ്പം ഒരു 11 മണിയോടെ നമ്മൾ ഷൂട്ടൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. അപ്പം ആദ്യം ഒരു പെരുമഴ പെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി നേരം വെയിൽ തെളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൻ്റെ അവിടുത്തെ ഒരു സീൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് പടേന്നൊരു മഴ വന്നു കേട്ടോ. അപ്പം എല്ലാം നമുക്ക് വേണ്ടതുപോലെ കിട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ലക്ക്. അപ്പം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ക്ലൈമറ്റൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ മഴയ്ക്ക് മഴ, വെയിലിന് വെയിൽ, കാര്യങ്ങളൊക്കെ വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് പാലക്കാടുള്ള ജോസ്കോയിലേക്കാണ്. കുറച്ച് ജ്വല്ലറി മാത്രം എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വന്ന് ഞങ്ങൾ റിഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ തലയോലപ്പറമ്പിലേക്ക് തിരിച്ചു. ഇച്ചാനൊക്കെ വീട്ടിലേക്കും പോയി. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ മധുരം വെപ്പിനുള്ള ഡ്രസ്സ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം സെയിം ടൈം ഇച്ചാൻ വെഡിങ്ങിനുള്ള ഡ്രസ്സ്, ഇച്ചാനും മധുരമേപ്പിനുള്ള ഡ്രസ്സ്, ഇതൊക്കെ അവരും അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു വലിയ പർച്ചേസ് നടക്കുകയാണ്. അപ്പം അതും സെയിം ടൈമിൽ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു, ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു, അങ്ങനെ ഒരു സംഭവത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. മൊത്തം റഷായിട്ടാണ് പൊക്കോണ്ടിരുന്നത് അന്നത്തെ ദിവസം. അപ്പം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഞങ്ങൾ ഈ പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ ഔട്ട് ഒന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ. ഒരു ഫോട്ടോ എങ്കിലും കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ചേട്ടൻ നിന്ന് എഡിറ്റ് ചെയ്ത് ഈ പാട്ട് മതി ആ പാട്ട് മതി എന്നൊക്കെ ചോദിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യും, അപ്പം നിങ്ങൾ കാണും. അപ്പോൾ ഒരു പ്രീ വെഡിങ്ങിൻ്റെ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ഷൂട്ടിന് ഒരു പ്രത്യേക മെമ്മറി അല്ലേ അത്. ഇനിയിപ്പോൾ നമ്മൾ എപ്പോൾ ആ സ്ഥലത്തൂടെ പോയാലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്താൽ പോലും നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു സമയം നമുക്കിനി തിരിച്ചു കിട്ടത്തില്ലോ എന്നൊരു ഫീലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ കാര്യങ്ങൾ, പിന്നെ പ്രീ വെഡിങ് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോൾ ഏറെക്കുറെ 10 മണിയായി രാത്രി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം
തിരിച്ച് ചെന്നൈക്ക് പോന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെന്നൈയിൽ എൻ്റെ കുടുസ് റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ചെറിയ റൂമാണ്. വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി കല്യാണം കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് വേറൊരു വീട്ടിലേക്കൊക്കെ മാറാനായിട്ട്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ ചെറിയ റൂമേ ഉള്ളൂ, ചെറിയൊരു അടുക്കള പോലത്തെ ഒരു സെറ്റപ്പ് അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയും നമ്മൾ നാട്ടിലൊക്കെ പോകുന്നുണ്ട്. കല്യാണ വിശേഷങ്ങളൊക്കെ പുറകെ വരികയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. സൗണ്ടൊക്കെ ഇടറി പോകുന്നു. അപ്പോൾ ഞാൻ പാതിരാത്രിയിൽ ഇരുന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ചെന്നൈയിൽ നല്ല ചൂടാണ് ഇപ്പം. മഴ ഇടയ്ക്കുണ്ടെങ്കിലും വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണേ. അപ്പോൾ നിങ്ങൾ എന്നാണേലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. വിശേഷങ്ങളൊക്കെ തിരക്കണം. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ഞാനും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കാഞ്ചീപുരത്ത് പോയിട്ടാണ് വെഡ്ഡിങ് സാരി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങളെ വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്താം, ഇല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കൂടിക്കൊള്ളുക. കാരണം ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എക്സൈറ്റിംഗ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.